Good morning to all. We shall start the class. In the last class, we were studying about Excel, Microsoft Excel. So, have you, those who have computer, have you checked that portion in computer? Okay. So now, those who do not have a computer, I will share a screen. Now, can you see the screen? Yes. Yes. So, Yes. yes, you can see. And those are phone, I think it will not be much clear. Those are laptop or computer will be clear because mobile phone is a little so smaller. Okay. Now see, from beginning I will show you. ആദ്യം മുതലുള്ള ഭാഗം നമ്മൾക്ക് ഇങ്ങനെ സ്ക്രീൻ കണ്ടു തന്നെ ചെയ്യാം. അപ്പൊ വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും. നിങ്ങൾക്ക് മനസ്സിലാകും. So first alignment data in cells. See in the screen. Now can you see this alignment in our portion? Okay, alignment ഞാൻ ഇവിടെ അപ്പൊ ഇവിടെ നമ്മൾ വേർഡിലുള്ളതുപോലെ തന്നെ കട്ട് കോപ്പി ഫോർമാറ്റ് പെയിന്റ് ക്ലിപ്ബോർഡ് ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ പിന്നെ ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ കാലിബറിയാണ് കിടക്കുന്നത് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ട്സ് ഉണ്ട് വി ക്യാൻ ചേഞ്ച് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ സോമനി ഇവിടെ നമ്മളിപ്പോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറെ ഇതിലേത് വേണമെങ്കിലും മോഡൽസ് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഇവിടെ സൈസ് വലുതാക്കുന്നതിനുള്ള പിന്നെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ സെൻട്രലൈസ് അങ്ങനെ എവറിത്തിങ് ലൈക്ക് വേർഡിലുള്ള സെയിം ഇതിലും ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്പർ ഇവിടെ A2 ഞാൻ പറഞ്ഞു എ മുതൽ ഇങ്ങനെ സ്ക്രീൻ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കുറെ സ്ക്രീൻസ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് Z കഴിഞ്ഞു can you see Z after Z A AB AC AD AE AF അങ്ങനെ കാണുന്നുണ്ടോ ഓക്കെ അതിങ്ങ് പോയി ജസ്റ്റ് A after A completing A Z next B start ചെയ്യുന്നു BA did you see this BA BB BC BD like that അങ്ങനെ പോയി പിന്നെ KJ അങ്ങനെ ലാസ്റ്റ് Z വരെയുണ്ട് ഈവൻ ഇനി ഡൗൺവേർഡ്സ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1-ലാണുള്ളത് 1-ൽ കിടക്കുന്നു ആ 1-ൽ നിന്നും ഇനി താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ പോയി 1000 10,000 ലാക്സ് വരെ എത്തും ഇപ്പൊ 157-ലാണ് നമ്മുടെ കർസർ ഉള്ളത് 157 ഓക്കെ so many pages are there so many columns and rows are there okay to show that just Teacher. yes One doubt. yes ask അപ്പൊ ഇത് നമ്പർ കുറെ ഉണ്ടല്ലോ ഈ നമ്പർ നമുക്ക് കുറച്ചാ മതിയെങ്കിലോ ഒരു 10 കോളം മതിയെങ്കിലോ അല്ല നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഫുൾ ആണ് വരുന്നത് നമുക്ക് അത്രയും നമുക്ക് ഇത് മതിയെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ ഇത് സ്ക്രീനിൽ ഇത്ര തന്നെ ഉണ്ടാവും ഒരു സ്ക്രീനിൽ A മുതൽ PQR U വരെ കാണുന്നുണ്ട് അല്ലെ ദെൻ ഡൗൺവേർഡ്സ് നമ്പർ 23 വരെയാണ് ഈ ലാപ്പിൽ കാണുന്നത് നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ ആ ഒരു പേജ് ഫുള്ള് വരും ഇനി നമുക്ക് ഓൺലി ഫ്യൂ വേണ്ടത് എങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യണം ഓക്കെ ദെൻ സെയിം സപ്പോസ് ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം കാണിച്ച തന്നെ ഇഫ് ഐ എം ടൈപ്പിംഗ് ട്രൂ ലൈറ്റ് TRUE true light true light can you see true light there clear can you see clearly where is faith faith is not there I think I can't see faith okay true light if I want
See, did you see the change? Okay, we shall change the size to font 72. It will looks bigger. Same like a word. Word നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പറ്റും. ആ ഒരു ലൈൻ മാത്രം വലുതായി, ബാക്കി സെൽസ് റോസ് ആൻഡ് കോളംസ് ആർ സെയിം. Did you see? ട്രൂ ലൈറ്റ് നമ്മൾ എഴുതിയ 4th നമ്പറിലാണ്. ആ 4th ലൈൻ ഹാസ് ബിക്കം ലാർജർ. It has become bigger. And other 1, 2, 3, then 5, 6, 7, ബാക്കി എല്ലാ കോളംസും അങ്ങനെ തന്നെ സെയിം സൈസിലാണുള്ളത്. ട്രൂ ലൈറ്റ് നമ്മളിപ്പോ സൈസ് ഫോണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് അത് മാത്രം മാറ്റം വന്നു. Did you see? വേർഡിലാവുമ്പോ നമ്മള് കോളംസ് റോസ് ആർ നോട്ട് there. ഇത് കണ്ടോ? ഇനി നമുക്ക് we can color it. If you give yellow color, it will be like this way. Green, blue, which one we can select? Same like word. Okay, എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. Then bold, italic, underline, same. Okay, you can do like this way. Okay, did you see this? So this is common. നമ്മൾ as usual നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. Okay, if I want to delete it, we can delete it, or it has been deleted. Okay, I will check. Then ആ കോളം ചെറുതാകുന്നതിന് നമ്മളിവിടെ സൈസ് കിടക്കുന്നത് 72 എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഫോൺ സൈസ് 72 ആയിരുന്നു. സോ ഇപ്പൊ നമ്മൾ അത് ഡിലീറ്റ് ചെയ്തെങ്കിലും ആ 4th കോളം ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് വേ, അങ്ങനെ തന്നെയാണുള്ളത്. ഇനി നമ്മൾ സൈസ് നോർമൽ സൈസ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് അത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ 12, 14 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ okay. Okay, Faith, you have muted your video. Please on it. And Agil Shaji. Agil. Ashik. Okay, Agil, can you hear? Ashik. Ashik. Oh, sorry. Ashik Shaji, not Agil. Sorry. Okay. Next one is formatting numbers. For that MS Excel നമ്മൾ സെലക്ട് കണ്ടതിൽ ഇതിൽ തന്നെ can you see the screen? Screen കാണുന്നില്ലേ? Yes. In this screen കാണുന്നില്ല. Can't see.
Now can you ഇപ്പം കാണുന്നില്ലേ? Okay. In this take this alignment. Did you see alignment here? Can you see alignment? I have kept the cursor there, alignment. Okay. Formatting numbers. And here general. Did you see number? This number. Number കാണുന്നുണ്ടോ? Yes. Yes. In this general. See. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറൽ, നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഡാറ്റ, ടൈം, പെർസെന്റേജ്, ഫ്രാക്ഷൻ, സയന്റിഫിക്, ടെക്സ്റ്റ്, സ്പെഷ്യൽ, കസ്റ്റം, ഇത്രയാണ് വരുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ക്ലിയർ ആകുന്നില്ല എങ്കിൽ ആണ് സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്ക്രീൻ കൂടെ കാണിക്കുന്നത്. ഓക്കെ. ഇൻ ദിസ് നമ്പർ ഇഫ് വിൽ ക്ലിക്ക് നമ്പർ. If we click a number like this way, we can see decimal places എന്ന് പറഞ്ഞ് ഉണ്ട്. ഓക്കെ. ഈ ഡെസിമലില് we can 2 decimal, 1 decimal, 3 decimal, 4 അങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 ഉള്ളത്. If we are clicking 2 or now already 3 ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ താഴെ ആ ഡെസിമല് ഇതാ minus 1, 2, 3, 4.210 3 decimals വന്നതുകൊണ്ട് 2 decimals-ന്റെ 2 decimal ആകുമ്പോൾ മൈനസ് 1234.10 വന്നു. 3 decimal ആകുമ്പോൾ 10ക്ക് പകരം 3 decimal ആകും 201. 4 decimals അങ്ങനെ വരുന്നുണ്ട് ഡിഫറൻസ്. ഓക്കെ. ഓക്കെ. ഇവിടെ ആ പേജ് നമ്പർ 4 തന്നിരിക്കുന്നതാണത്. ഇൻ ദ ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് ഇതിനകത്ത് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് അഗൈൻ ഐ വിൽ ഷോ യു. ജസ്റ്റ് യു സീ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കുക. പേജ് നമ്പർ 4. ഓക്കെ. പേജ് നമ്പർ 4 തന്നിരിക്കുന്ന ഫസ്റ്റ് ലാസ്റ്റ് പിക്ചർ ഫിഗർ 1-2B. ഓക്കെ. അതാണിത്. നമ്മൾ അലൈൻമെന്റില് ദിസ് സൈഡ് അലൈൻമെന്റിന്റെ സൈഡിൽ നമ്മൾ അലൈൻമെന്റ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്? ഓക്കെ. ഫ്രം ദേർ അതിന്റെ റൈറ്റ് സൈഡിൽ നോക്കുക നമ്പർ ആൻഡ് റൗണ്ടഡ് ഇറ്റ്. ഓക്കെ. ഐ ആം ഡൂയിങ് ദാറ്റ് നമ്പറിൽ ഹിയർ ഐ വിൽ ഡു. ഓക്കെ. when I open that I can see page number 5 ഫസ്റ്റ് പിക്ചർ നോക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ ഭാഗം. ഓക്കെ. ഇൻ ദാറ്റ് നമ്പർ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വി ക്ലിക്ക് നമ്പർ. ഓക്കെ. സ്ക്രീനിൽ കാണുന്നുണ്ടോ? അത് ഇത്രയും ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ? ഓക്കെ. നെക്സ്റ്റ് സീ ഇൻ ദാറ്റ് സാമ്പിൾ ഡെസിമൽ പ്ലേസസ് 2 ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ ഡെസിമൽ പ്ലേസസ് തന്നിരിക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് മൈനസ് 1234.10. സോ ഡെസിമൽ 10 ആണ്. 2 ഡെസിമൽസ്. അതിന്റെ താഴെ 1234.10. ഓക്കെ. ഇഫ് വി ചേഞ്ച് 2 ഡെസിമൽ പ്ലേസസ് 2 എന്നുള്ളതിൽ നമ്മൾ 3 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 210 ആയി. 10 എന്നുള്ളത് 210 ആയി. 4 ഡെസിമൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസ് 4 കൊടുത്തു കഴിയുമ്പോൾ 3210. ഇനി നമ്മൾ 5 കൊടുക്കുമ്പോൾ 43210 ലൈക്ക് ദാറ്റ് വേ. ഓക്കെ. നെക്സ്റ്റ് വണ് നമ്പർ കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് വണ്ണിന് ആഡിങ് കറൻസി സിമ്പിൾ. ഇതിന്റെ കൂടെ നമ്മൾ ഒരു കറൻസി സിമ്പിൾ കൊടുക്കണം. നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഫോർ കറൻസി നമ്മൾ റുപ്പീസ് in earlier time means ഒരു 5 years back
we were writing rupees means RS, but now we have a symbol like a 2, then in the middle and the top there is a line like that way, isn't it? Rupees എഴുതാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? Okay, like that way. ഇപ്പൊ US ഇവിടെ നമ്മൾ ഇവിടെ കറൻസി എന്നൊരു പോർഷൻ കണ്ട് നമ്പറിന്റെ താഴെ കറൻസി. സോ സിമ്പിൾ S ആണ്. നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് ഇവിടുന്ന് എടുക്കാം. അമേരിക്കൻ സിമ്പിൾ is this. Let me see whether Indians is there or not. ഇന്ത്യയുടേത് ഇതിനകത്ത് ആയിട്ടില്ല. ഇന്ത്യൻ കറൻസി സിമ്പിൾ റുപ്പീസ് എന്നുള്ളത് ഇതിനകത്ത് loudly. Sean, I didn't understand. The English India. Okay. Bangla India, English India. See, can't you hear? Can you see? Kanavo? Yes. Now Indian rupees in the symbol and take the janipam. Okay? Apa currency symbol out of no. Rupees 1234. Can you see now? കേൾക്കുന്നില്ല. Now ഇപ്പൊ കേൾക്കാവോ? No? Still can't hear, eh? Miss, ഞങ്ങൾക്ക് കേൾക്കാം. Can you see? കാണാമോ? Miss ഷോണിന്റെ നെറ്റിന്റെ കുഴപ്പമായിരിക്കും. ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. Okay. Can you see? Yes. Sean, can you see? No. Okay. Okay. ഇതാണ് കറൻസി ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അത്ര ആയില്ലേ? ഷോണിന് ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. മോനെ യൂട്യൂബിൽ വരുമ്പോൾ ഇനി ക്ലാസ് ക്ലിയർ ആയിട്ട് കാണാം. നെക്സ്റ്റ് സെയിം തിങ്. നമ്പർ കേൾക്കുന്നില്ല. ഷോണിന് ഐ ക്യാൻ ഹിയർ യു ഷോൺ. Next one, percentage. Same here. From alignment, number. Click here number and take percentage. How to find a percentage? Okay. There 100% decimal places.
Okay. Did you see percentage? Percentage kanda? Faith? Okay. So, displaying numbers as well from home tab, same method തന്നെ നമ്മൾ എടുക്കുന്നു. അവിടെ നമ്മൾ അലൈൻമെന്റിൽ പോകുന്നു. From alignment numbers, take numbers. From there, numbers നമ്മൾ percentage എടുക്കുന്നു. Okay. ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങും കറൻസി ഒക്കെ എടുത്ത പോലെ തന്നെ എടുക്കുന്നു. Then home tab, click on the number dialog box, launch at the lower right corner of the number group. Okay. Then from percentage we get. Then decimal places നമ്മൾ കൊടുത്തു 2 കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഓക്കെ നമ്മൾ 2 പ്ലേസിൽ ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ 56%. Did you see? അങ്ങനെ വന്നുണ്ടോ? 56%. 67%. പെർസെൻറ്റേജ് എന്നുള്ള സിമ്പിൾ അവിടെ വന്നു കഴിഞ്ഞു 2 അതില്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ 2 ഡെസിമൽ കൊടുത്തുകൊണ്ട് 67.00, അതായത് രണ്ട് ഡെസിമൽ അല്ല നമ്മൾ കൊടുത്തേ. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നമ്പറിൽ ക്ലിക്ക് ചെയ്ത് പെർസെൻറ്റേജ് എടുക്കുക, ടേക്ക് പെർസെൻറ്റേജ്. Then decimal place, if you are giving 3 or 5. നമ്മൾ 2 or 1 ഡെസിമൽ പ്ലേസ് കൊടുക്കാന്ന് വെച്ചോ. 1 ഡെസിമൽ പ്ലേസ് കൊടുത്തു കഴിഞ്ഞ് താഴെ ഓക്കെ എന്നുള്ളത് കണ്ടോ? ഓക്കെ കൊടുത്തു. ക്ലിക്ക് ഓക്കെ. ദെൻ കം ടു ദ സ്ക്രീൻ. സ്ക്രീനിൽ വന്നിട്ട് സെല്ലിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇഫ് യു ആർ ഗിവിംഗ് 95 വന്നു. Go to come out of the cell. ആ 95 ടൈപ്പ് ചെയ്തതിനു ശേഷം you have to come out of the cell. Click. So if only 1 means it will be that much only. If you are giving 3%, 3 decimals, okay. $98. It has not yet come. It has not yet come.
But in the beginning it was coming properly. Here 56.00%. 2 decimal കൊടുത്തതുകൊണ്ട്. Okay. Next one. Sample date and time. Same അതിൽ തന്നെ ഉള്ളതാണ്. ഷെയർ ചെയ്ത് കാണിക്കാം. Date. Number from there, date, take date. Here, ഇവിടെ date click ചെയ്തപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു date 3/14/2012. If you want to change that, locate here English United States. Okay, നമുക്ക് അത് തന്നെ എടുക്കാം. United States, United Kingdom. Okay. Their method. Here in the screen you can see 14/3/2012. Another method 14/03/12 only, 2000 illa. Next one 14/03 illa, only 3 and 12. 14,3,12. 2012-03-14. 14th March 2012. 14th March 2012 ഇപ്പൊ സെലക്ടഡ് ആയിരിക്കുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇങ്ങനെ എഴുതാണെന്ന് വെച്ചോ, വി ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ് വേ. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഫസ്റ്റ് വൺ, യൂഷ്വലി നമ്മള് ഈ ഫസ്റ്റ് വൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്, 14/03/12. അതർവൈസ് സംടൈംസ് നമ്മൾ ഈ സെക്കൻഡ് വണ് 14/3/12. ഇപ്പൊ നമ്മൾ 2020 ആയതുകൊണ്ട് 2020 എന്ന് എഴുതുന്നത് അല്ലേ. അതർവൈസ് ലാസ്റ്റ് ഇയർ 19 മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. 2019 കംപ്ലീറ്റ് എഴുതാറില്ലായിരുന്നു അല്ലേ. Can you hear me? Okay. If you select that, click OK. Format കിട്ടുള്ളൂ. Today, what is the date today? What is the date today? 21st. 21st / 6th/ ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ 2020 കൊടുക്കേണ്ടതുകൊണ്ട് 2020, അല്ലെങ്കിൽ നമ്മൾ 20 മാത്രമായിട്ട് കൊടുക്കാറില്ല. ലൈക്ക് ദാറ്റ് വേ. ഓക്കെ. ഓക്കെ, ടുഡേ ഞാൻ ഇന്നത് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക്. ടൈം ഈസ് ഗോയിങ് ടു ബി ഓൺലി 3 more minutes ലെഫ്റ്റ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. No, miss. Okay, if you have any doubt, please ask. Otherwise, we will wind up.
No. No. Shreya? No doubt. No doubt. Okay. I will put it in the WhatsApp group work. Okay? Okay. Okay then. Okay, bye. Had your Bye. breakfast? No.